ക്ലിനിക്കിൽ ഗൈനക് എസെൻഷ്യ എന്ന് പറഞ്ഞ് പുതിയൊരു ആഡ് ഓൺ വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുത്തെ കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ പ്രിൻസിയോട് തന്നെ ചോദിക്കാം. ഹലോ ഡോക്ടർ. ഹായ്. ഗൈനക് എസെൻഷ്യ എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് കണ്ടിരുന്നു. സോ അതെന്താണെന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമോ? ഈ ഗൈനക് എസെൻഷ്യ എന്ന് പറയുന്നത് ലിസ സ്കിൻ ക്ലിനിക്കിൻ്റെ ഗൈനക്കോളജി സെഗ്മെൻ്റ് ആണ്. ഇവിടെ നമ്മളൊരു 360 ഡിഗ്രി ഫീമെയിൽ വെൽനെസ് കോൺസെപ്റ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് കംപ്ലീറ്റ് ഫെമിനിൻ റിന്യൂവൽ റെജുവിനേഷൻ എന്നുള്ളൊരു പ്രോഗ്രാം. അതിൽ നമ്മൾ പേഷ്യൻസിന് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഹൈലി പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രീമിയം കെയർ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ലേഡീസും അവർക്കുണ്ടാവുന്ന റൈറ്റ് ഫ്രം അഡോളസൻസ് ടിൽ പോസ്റ്റ് മെനോപോസ് അവർക്കുണ്ടാവുന്ന എല്ലാ ഹെൽത്ത് ഇഷ്യൂസും നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യുന്നു. ഇതാണ് ഗൈനക് എസെൻഷ്യയുടെ ഒരു എസെൻസ്. ഡോക്ടർ, എന്താണ് ഈ കോസ്മെറ്റിക് ഗൈനക്കോളജി? യൂഷ്വലി ഗൈനക്കോളജി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പ്രഗ്നൻസി അത് കഴിഞ്ഞിട്ടുള്ള ബ്ലീഡിങ് അല്ലെങ്കിൽ ബോഡിയുടെ എന്തെങ്കിലും ചേഞ്ചസ് അതൊക്കെ ആയിരിക്കും വിചാരിക്കുന്നത്. അപ്പോൾ കോസ്മെറ്റിക് ഗൈനക്കോളജി എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ്? ഇപ്പോൾ കോസ്മെറ്റിക് ഗൈനക്കോളജി എന്ന് പറയുന്നത് നമ്മുടെ ഗൈനക്കോളജിയുടെ പുതിയൊരു അപ്കമിങ് സബ് സ്പെഷ്യാലിറ്റിയാണ്. ഇപ്പോൾ ഇതിൽ ലേറ്റസ്റ്റ് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് യൂസ് ചെയ്ത്, അതായത് ലേസർ പോലുള്ള എനർജി ബേസ്ഡ് ഡിവൈസസ്, PRP ഇഞ്ചെക്ഷൻസ്, ഇങ്ങനത്തേത് യൂസ് ചെയ്തിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കുന്നതാണ്. അപ്പോൾ അതാണ് കോസ്മെറ്റിക് ഗൈനക്കോളജി. അത് ഒരു സ്പെക്ട്രമാണ് സത്യം പറഞ്ഞാൽ. കോസ്മെറ്റിക് ഗൈനക്കോളജിയിൽ ഫങ്ഷണൽ ഗൈനക്കോളജി കൺസേൺസും അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, സെക്ഷുവൽ ഡിസോർഡേഴ്സിൻ്റെ കൺസേൺസും അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കോസ്മെറ്റിക് ഗൈനക്കോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീമെയിൽ ഇൻറ്റിമേറ്റ് ഏരിയാസിൻ്റെ കോസ്മെറ്റിക് അപ്പിയറൻസ് ഇംപ്രൂവ് ചെയ്യുക. ഇപ്പോൾ പിഗ്മെൻറ്റേഷൻസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ്, വൈറ്റ് ഡിസ്ചാർജ്, ഇങ്ങനത്തെ ഇഷ്യൂസ്. ഫങ്ഷണൽ ആസ്പെക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ തുമ്മുമ്പോഴോ ചിരിക്കുമ്പോഴോ കുറച്ച് യൂറിൻ ലീക്ക് വരുന്ന സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് പോലുള്ള ഹെൽത്ത് ഇഷ്യൂസ്, അതായത് ബേസിക്കലി അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഇംപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാന്നുള്ള. സെക്ഷൽ ഡിസോർഡേഴ്സ് എന്ന് വെച്ചാൽ ബീറ്റ് എനിത്തിങ്, അതായത് വജൈനിസ്മസ് ആവാം അല്ലെങ്കിൽ ഓർഗാസം ഡിസോർഡേഴ്സ് ആവാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതാണ്. അപ്പം ഇത് മൂന്നും കൂടെയുള്ളൊരു സ്പെക്ട്രമാണ് ഈ കോസ്മെറ്റിക് ഗൈനക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ, ഈ ട്രീറ്റ്മെന്റ്സിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പറയാം? തീർച്ചയായിട്ടും. കോസ്മെറ്റിക് ഗൈനക്കോളജി ട്രീറ്റ്മെന്റ്സിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ എടുക്കാം. സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ്. അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. പണ്ട് ഇതിൽ മിക്കതിനും നമുക്കൊരു സർജിക്കൽ ഓപ്ഷനെ ട്രീറ്റ്മെൻ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മിക്കതിനും നമുക്ക് ഒരു നോൺ സർജിക്കൽ അപ്രോച്ച്, അതായത് ഇപ്പോൾ ഈ ലേസേഴ്സോ ഇഞ്ചെക്ഷൻസ്, PRP ഇഞ്ചെക്ഷൻസ് പോലുള്ള ട്രീറ്റ്മെൻറ്റ് വെച്ചിട്ട് OP ബേസ്ഡ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും പേഷ്യൻസിന്. അതായത് അവരുടെ റുട്ടീൻസ് ഒന്നും ബ്രേക്ക് ആവാതെ അവർക്ക് വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തു പോകാം. അനസ്തീഷ്യ വേണ്ട, പെയിൻ ഫ്രീ ആണ്, പോസ്റ്റ് പ്രൊസീജിയർ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, അതുപോലെ തന്നെ റെസ്റ്റിൻ്റെ ആവശ്യവും വരുന്നില്ല. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ഉടനെ അവർക്ക് അവരുടെ നോർമൽ റുട്ടീൻസിലേക്ക് തിരിച്ചു കയറാം. ഇതാണ് കോസ്മെറ്റിക് ഗൈനക്കോളജി പ്രൊസീജിയേഴ്സിൻ്റെ മിക്കതിനും വരുന്ന ഏറ്റവും ബെസ്റ്റ് അഡ്വാൻറ്റേജ്. ഇപ്പോൾ ഡോക്ടർ, പലർക്കും പല ബോഡി ടൈപ്സ് ആണല്ലോ. ഈ പ്രൊസീജിയർ ചെയ്യുന്ന ടൈമിൽ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഇതുവരെ കണ്ടിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ, അതെന്തൊക്കെയാണെന്ന് പറയാമോ? ബേസിക്കലി ഈ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം പെയിൻ ഫ്രീ ആണ്, അനസ്തീഷ്യ വേണ്ട, ഒരു OP ബേസിസിൽ ചെയ്യുന്ന ട്രീറ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് മൾട്ടിപ്പിൾ സെഷൻസ് വേണ്ടി വരും. അതായത് ഒരു പേഷ്യൻ്റ് വന്നു കഴിയുമ്പോൾ നമ്മൾ അവരെ എക്സാമിൻ ചെയ്യുന്നു, അവർക്കുള്ള പ്രോട്ടോക്കോൾ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു. അപ്പോൾ എത്ര ഫ്രീക്വൻസിയിൽ ഈ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കണം, അതിൻ്റെ ഇടയിൽ വേണ്ട ഗ്യാപ്പ് എത്രയാണ്, ഇതൊക്കെ ഓരോ പേഷ്യൻറ്റിനും ടെയിലേർഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. മിക്കപ്പോഴും കോംപ്ലിക്കേഷൻസ് ഒന്നും പ്രൊസീജിയർ കഴിഞ്ഞാൽ കാണാറില്ല. എങ്കിലും ചിലപ്പോൾ ചെറിയൊരു ഡിസ്കംഫർട്ട് എന്തെങ്കിലും ഉണ്ടായെങ്കിലായി, അത് പേഷ്യൻ്റ് ആൻഷ്യസ് ആകുമ്പോഴാണ് കൂടുതലും കാണുക. അങ്ങനെയുള്ളൊരു കംപ്ലയിൻസ് അല്ലാതെ മിക്ക പ്രൊസീജിയേഴ്സും പെയിൻ ഫ്രീ തന്നെയാണ്. അപ്പോൾ ഡോക്ടർ, ഒരു പോസ്റ്റ് പ്രഗ്നൻസിയിൽ എസ്തെറ്റിക് പാർട്ട് അല്ലാതെ ഹോർമോണൽ ചേഞ്ചസ് അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ? കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഇഷ്യൂസ് എന്ന് പറയുന്നത് ഈ സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് ആണ്. തുമ്മുമ്പം ചിരിക്കുമ്പം ചെറിയ യൂറിനറി ലീക്ക് വരുന്നത്. പിന്നെ റിക്കറൻ്റ് ആയിട്ടുള്ള വജൈനൽ ഇൻഫെക്ഷൻസ്, എത്ര വജൈനൽ ടാബ്ലറ്റ്സ് വെച്ചാലും ആൻറ്റിബയോട്ടിക്സ് കഴിച്ചാലും മാറാത്ത രീതിയിലുള്ളത്. പിന്നെ റിക്കറൻറ്റ് യൂറിനറി ഇൻഫെക്ഷൻസ്. പിന്നെ ലാക്സ് വജൈന, അതായത് മൾട്ടിപ്പിൾ ബർത്ത് ഡെലിവറീസ് കഴിയുമ്പോൾ വജൈന ലൂസ് ആവുന്ന, അതുമൂലമുണ്ടാവുന്ന സെക്ഷൽ ഇഷ്യൂസ്. പിന്നെ നമുക്ക് പെരിമെനോപോസൽ, അതായത് ആർത്തവവിരാമത്തിനോട് അടുക്കുന്ന ആൾക്കാർക്ക് ഹോർമോൺ ഡിഫറൻസ് കൊണ്ടുണ്ടാകുന്ന ഡ്രൈനെസ്, അതുകൊണ്ടുണ്ടാകുന്ന ഇച്ചിങ്, ബേണിംഗ് സെൻസേഷൻ, ലൂബ്രിക്കേഷൻ കുറവ്, ഇങ്ങനത്തെ ഇഷ്യൂസാണ് മെയിൻലി നമ്മുടെ ക്ലിനിക്കിൽ നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്നത്. എങ്കിലും കൂടുതൽ അവയർനെസ് വരുമ്പോൾ മറ്റ് ഇഷ്യൂസിനും കൂടെ ആൾക്കാർ എത്തിത്തുടങ്ങും എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ.
അപ്പോൾ ഡോക്ടർ പോസ്റ്റ് പ്രഗ്നൻസി ആയിട്ട് വരുന്ന എസ്തെറ്റിക് കാര്യങ്ങൾ മാത്രമല്ല ഹോർമോണൽ ചേഞ്ചസ്, വെയിറ്റ് ഗെയിൻ അങ്ങനെയുള്ളതും ഇതിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ? ഈ ഓരോ ഏജ് ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് അഡോളസെന്റ് തൊട്ട് തുടങ്ങാം. അപ്പോൾ ടീൻസിൽ വരുന്ന ഇഷ്യൂസ് മെയിൻലി ആക്നെയാണ് അല്ലെ, മുഖക്കുരു. ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു കംപ്ലൈൻ്റ് ആണ് PCOS. അപ്പോൾ കൊണ്ടുണ്ടാവുന്ന പിഗ്മെന്റേഷൻ, നെക്കിൻ്റെ ഏരിയയിലുള്ള പിഗ്മെന്റേഷൻ, പിന്നെ ഓയിലി സ്കിൻ, പിന്നെ അതിനോട് ചേർന്നുണ്ടാകുന്ന ഇറഗുലർ മെൻസ്ട്രേഷൻ, ഇങ്ങനത്തെ കംപ്ലയിൻസ് ആണ് മോസ്റ്റ്ലി നമ്മൾ അഡോളസെന്റ് ക്ലിനിക്കിൽ ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ ഇൻക്രീസ്ഡ് ഹെയർ ഗ്രോത്ത്, അങ്ങനത്തെ ഇഷ്യൂസ്. ഇനി പ്രീ മാരിറ്റൽ ഒരു ഏജ് ഗ്രൂപ്പ് ആണെങ്കിൽ അവർക്ക് വേണ്ട ഇൻറ്റിമേറ്റ് ഏരിയ വെൽനെസ് ആൻഡ് റെജുവിനേഷൻ, അതായത് പിഗ്മെന്റേഷൻ കുറയ്ക്കുക, അല്ലെങ്കിൽ അവർക്ക് അതിന് ബെറ്റർ കോസ്മെറ്റിക് അപ്പിയറൻസ് വേണം എന്ന് തോന്നുന്ന ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യാം. പിന്നെ പ്രഗ്നൻസി ആൻഡ് പോസ്റ്റ് പ്രഗ്നൻസി ഇഷ്യൂസ്, അതെന്ന് പറയുമ്പോൾ നമ്മൾ സ്കാർ മാർക്സ്, സ്ട്രെച്ച് മാർക്സ്, അതുപോലെ തന്നെ ബോഡി കോൺട്രിങ്, അതൊക്കെ ഇതിൽ ഇൻവോൾവ് ആണ്. ഇനി ലേറ്റ് 30s ഏർലി 40s ആൾക്കാർക്ക് ബോഡി ചേഞ്ചസ്, ഹോർമോണൽ ചേഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വെജൈനൽ ലാക്സിറ്റി, അതുപോലെ തന്നെ ഈ സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ്, അങ്ങനെയുള്ള ഇഷ്യൂസിനുള്ള സൊല്യൂഷൻസ്. പോസ്റ്റ് മെനോപോസിലാണെങ്കിൽ അവർക്ക് ആൻറ്റി ഏജിങ് ആയിട്ടുള്ളത്, പിന്നെ അതുപോലെ പെൽവിക് മസിൽ സ്ട്രെങ്തനിങ് ആയിട്ടുള്ള, ഇപ്പോൾ ഹൈഫം ചെയർ പോലെയുള്ള കാര്യങ്ങൾ, അതിന് വേണ്ട PRP ഇഞ്ചെക്ഷൻസ്, ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആസ്പെക്ട്സ് ആണ് പോസ്റ്റ് മെനോപോസൽ ഏജ് ഗ്രൂപ്പിൽ നമ്മൾ അഡ്രസ് ചെയ്യുന്നത്.